നമസ്കാരം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിശ്വസ്തനും SNDP മൈക്രോ ഫിനാൻസ് കോർഡിനേറ്ററുമായിരുന്ന KK മഹേഷിന്റെ മരണത്തിൽ വീണ്ടും അന്വേഷണത്തിന് വഴി തെളിയുന്നു. മഹേഷിന്റെ മരണം SIT അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് മഹേഷിന്റെ ഭാര്യ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകി. മഹേഷിന്റെ മരണത്തിൽ SIT അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് ചെന്നിത്തലയ്ക്കും കൂടി പരാതി നൽകിയത്. ചെന്നിത്തലയുടെ ഹരിപ്പാട് ക്യാമ്പ് ഓഫീസിൽ എത്തിയാണ് പരാതി നൽകിയത്. നേരത്തെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയപ്പോൾ തനിക്ക് ആ കോപ്പി ലഭിച്ചില്ലെന്ന് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ചെന്നിത്തലയ്ക്ക് കൂടി പരാതി നൽകിയതോടെ പ്രത്യേക പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിനാണ് വഴി തെളിയുന്നത്. മഹേഷിന്റെ മരണം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. എന്തായാലും മഹേഷിന്റെ മരണത്തിൽ അന്വേഷണത്തിന് സമ്മർദ്ദം ശക്തമായിരിക്കെ ചെന്നിത്തല അന്വേഷണത്തിന് ഉത്തരവിടാനാണ് സാധ്യത. ഈ മരണത്തിൽ വെള്ളാപ്പള്ളി മാത്രമല്ല, മകനും BDJS അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളി കൂടി കുടുങ്ങാൻ സാധ്യതയുണ്ട്. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഈ കേസിലെ പ്രതികളാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് വെളിയിൽ വന്നപ്പോൾ പദ്ധതിയുടെ കോർഡിനേറ്റർ ആയിരുന്ന തന്റെ മേൽ കുറ്റമെല്ലാം ചാരി നടേശൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് മഹേഷിന് ബോധ്യമായി. ഇതോടെ തട്ടിപ്പിൽ വെള്ളാപ്പള്ളി അടക്കമുള്ളവരുടെ പങ്ക് വെളിപ്പെടുത്തി 32 പേജുള്ള ആത്മഹത്യാ കുറിപ്പെഴുതിയാണ് മഹേശൻ ജീവനൊടുക്കിയത്. 2020 ജൂൺ 24-നാണ് മഹേശൻ ആത്മഹത്യ ചെയ്തത്. 6 വർഷമായിട്ടും കേസിൽ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. മഹേഷിന്റെ ഭാര്യ പരാതി നൽകിയതോടെ മരണത്തിൽ വെള്ളാപ്പള്ളിയും തുഷാറും പ്രതികളായി മാറി. എന്നാൽ പിണറായി സർക്കാരിലുള്ള സ്വാധീനം ഉപയോഗിച്ച് വെള്ളാപ്പള്ളി കേസിലെ നടപടികൾ വൈകിപ്പിക്കുകയായിരുന്നു. എന്നാൽ UDF ഭരണമെത്തിയതോടെ VM സുധീരൻ അടക്കമുള്ളവർ രംഗത്തു വന്നു. മഹേഷിന്റെ ഭാര്യയുടെ പരാതിയിൽ ചെന്നിത്തല SIT അന്വേഷണത്തിന് ഉത്തരവിടാനാണ് സാധ്യത. തനിക്ക് ചെന്നിത്തലയിൽ വിശ്വാസമുണ്ടെന്നാണ് മഹേഷിന്റെ ഭാര്യ അറിയിച്ചതും. എന്തായാലും വെള്ളാപ്പള്ളിയും തുഷാറും ഈ കേസിൽ ഒരുമിച്ച് പെട്ട അവസ്ഥയാണ് നിലവിലുള്ളത്.